നമുക്ക് ഇൻഫന്റ് സ്റ്റേജ് നോക്കാം. ഇൻഫന്റ് സ്റ്റേജ് നമ്മൾ പറഞ്ഞു എന്താണ്, ബർത്ത് തുടങ്ങി 2 വയസ്സ് വരെയുള്ള സമയമാണ് എന്ത്, ഇൻഫന്റ് സ്റ്റേജ്. ഇൻഫന്റ് സ്റ്റേജിലെ ഫിസിക്കൽ ഡെവലപ്മെന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. എന്തൊക്കെയാണ്? ഫിസിക്കൽ ഗ്രോത്ത് അല്ലെ, പെട്ടെന്നാണ് കുഞ്ഞ് ഈ ഒരു പ്രായത്തിൽ വളരുന്നത്. പിന്നെ എന്താണ്, മോട്ടോർ സ്കിൽസ് എല്ലാം ഡെവലപ്പ് ചെയ്യുന്നുണ്ട് കുഞ്ഞ്. അതായത് നടക്കാൻ പഠിച്ചു, എടുക്കാൻ പഠിച്ചു, ഓടാൻ പഠിച്ചു, ചാടാൻ പഠിച്ചു. ഇതെല്ലാം മോട്ടോർ സ്കിൽസ് എല്ലാം എന്ത് ചെയ്തു, കുഞ്ഞ് ഡെവലപ്പ് ചെയ്തു. അതോടുകൂടെ തന്നെ എന്താണ്, സെൻസറി ഡെവലപ്മെന്റ്സും ഉണ്ടാവുന്നുണ്ട്. സെൻസറി ഡെവലപ്മെന്റ്സ് ആദ്യം കുഞ്ഞുണ്ടാവുന്ന സമയത്ത് കുഞ്ഞിന് വളരെ ബ്ലേർഡ് വിഷൻ ആയിരിക്കും, ഒന്നും ക്ലിയർ ആയിട്ട് കാണത്തില്ല. ആ സമയത്ത് നമ്മൾ ടോയ്സ് വാങ്ങിക്കുന്നത് നോക്കിയാൽ നമ്മൾ എങ്ങനെയാ വാങ്ങിക്കുന്നുണ്ടാവുക, വലിയ കളർഫുൾ ആയിട്ടുള്ള ടോയ്സ് ആയിരിക്കും വാങ്ങിക്കുന്നുണ്ടാവുക അല്ലെ. അപ്പം അത് കഴിഞ്ഞ് പയ്യെ പയ്യാണ് എന്ത് കുഞ്ഞ് ഡെവലപ്പ് ചെയ്യുന്നത്, നല്ല ക്ലിയർ വിഷനും ഹിയറിങ്ങും സെൻസും എല്ലാം ഫീൽ ചെയ്യുന്നത്. ഓക്കെ, സോ അതെന്താണ്, ഫിസിക്കൽ ഡെവലപ്മെന്റ് ആണ് ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ. രണ്ടാമത് എന്താണ്, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, ഡെവലപ്മെന്റ് ഓഫ് ഒബ്ജക്ട് പെർമനൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റിനെ ഐഡന്റിഫൈ ചെയ്യാനും അതിനോടൊരു അറ്റാച്ച്മെന്റ് തോന്നുന്നതും കണ്ടിട്ടുണ്ടാവും അല്ലേ കുഞ്ഞുങ്ങൾ. ഒരു എന്താ പറയാ, ടെഡി എടുത്തോണ്ട് ടെഡിയുടെ കൂടെ മാത്രം നടക്കുന്നത്, അങ്ങനെയൊക്കെ അല്ലേ. കുഞ്ഞുങ്ങൾക്ക് ഒരു ഒബ്ജക്റ്റ് ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റും ഒബ്ജക്റ്റിനെ ഐഡന്റിഫൈ ചെയ്യുന്നതും അതെന്താ ചെയ്യാം, അതുകൊണ്ട് എന്ത് ചെയ്യാം എന്നൊക്കെ ഉള്ള പയ്യെ 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 ഡെവലപ്പ് ആയി വരും. പിന്നെ എന്താണ്, ലാംഗ്വേജ് സ്കിൽസ് കാണാൻ നന്നായിട്ട് അല്ലേ. ലാംഗ്വേജ് സ്കിൽ ആദ്യം എന്താ, കുഞ്ഞ് സൗണ്ട് മാത്രമേ ഉണ്ടാക്കുന്നുണ്ടാവൂ. അത് കഴിഞ്ഞ് ചെറിയ ചെറിയ വേർഡ്സ്, വലിയ വേർഡ്സ് അല്ല പറയുന്നത്, ചെറിയ ചെറിയ വേർഡ്സ്, പാപ്പം അല്ലെ, ഭക്ഷണത്തിന് പാപ്പം, അല്ലെങ്കിൽ അമ്മയ്ക്ക് ഉമ്മ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുന്ന ഒരു സമയം. പിന്നെ എന്താണ്, എക്സ്പ്ലറേഷൻ ഓഫ് ദ എൻവയോൺമെന്റ് ത്രൂ സെൻസറി എക്സ്പീരിയൻസസ്. പുറത്ത് തന്റെ പുറം ലോകം അല്ലെങ്കിൽ തന്റെ ചുറ്റുപാട് കുഞ്ഞ് എക്സ്പ്ലോർ ചെയ്യുന്നത് എങ്ങനെയാണ്, കുഞ്ഞിന്റെ ബേസിക് സെൻസസ് യൂസ് ചെയ്തിട്ടായിരിക്കും. നെക്സ്റ്റ് വരുന്നത് സോഷ്യോ ഇമോഷണൽ ഡെവലപ്മെന്റ് ആണ്. സോഷ്യൽ സ്കിൽസും ഇമോഷണൽ സ്കിൽസും. അപ്പൊ അറ്റാച്ച്മെന്റ് ആരോടായിരിക്കും കുഞ്ഞിന് ഈ ഒരു സ്റ്റേജില്, പ്രൈമറി കെയർ ഗീവറിനോടുള്ളായിരിക്കും ഭയങ്കരമായ ഒരു അറ്റാച്ച്മെന്റ് അല്ലെ, അമ്മയോട് പ്രത്യേകിച്ചും. അമ്മയോടെന്ന് പറഞ്ഞാൽ അമ്മയായിരിക്കും പ്രൈമറി കെയർ ഗീവർ ഈ ഒരു സ്റ്റേജിൽ. അതുകൊണ്ട് തന്നെ അമ്മയോട് വല്ലാതൊരു അറ്റാച്ച്മെന്റ് കുഞ്ഞ് ഈ ഒരു സ്റ്റേജിൽ കാണിക്കും അല്ലെ. അറ്റാച്ച്മെന്റ് ഫോർമേഷൻ വിത്ത് പ്രൈമറി കെയർ ഗീവേഴ്സ് ഓഫൺ സീൻ ത്രൂ ബിഹേവിയേഴ്സ് ലൈക്ക് ക്രൈയിങ് വെൻ ദ കെയർ ഗീവർ ലീവ്സ്. പിന്നെ സെക്കൻഡ് വൺ എന്താ, ബേസിക് ഇമോഷണൽ റെസ്പോൺസസ് ലൈക്ക് ജോയ്, ഫിയർ, ആങ്കർ. ഇതെല്ലാം കുഞ്ഞിൽ കാണാം. ചിലപ്പോൾ ദേഷ്യം കാണിക്കും, ചിലപ്പോൾ വഴക്കുണ്ടാക്കും അല്ലെ, ചില കാര്യങ്ങളോട് പേടിയായിരിക്കും. ഇതെല്ലാം നമുക്ക് എവിഡന്റ് ആയിട്ട് കാണാൻ തുടങ്ങും. പിന്നെ ഗ്രാജുവൽ റെക്കഗ്നേഷൻ ഓഫ് സെൽഫ്. അതായത് നമ്മൾ കുഞ്ഞുങ്ങളെ കണ്ടിട്ടില്ലേ, കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്ന് നോക്കുന്നത്. ചില കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്ന് അത് ഞാനാണ്, ഇതാരാന്ന് ചോദിക്കും അല്ലെ. ആ ഒരു റെക്കഗ്നിഷൻ ഗ്രാജുവൽ ആയിട്ട് സ്വന്തം തന്നെ റെക്കഗ്നൈസ് ചെയ്യാൻ തുടങ്ങുന്ന ഒരു സമയം. പിന്നെ നെക്സ്റ്റ് വരുന്നത് മോറൽ ഡെവലപ്മെന്റ് ആണ്. മോറൽ ഡെവലപ്മെന്റിൽ ഈ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ കുഞ്ഞ് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡന്റ് ഓൺ ദ കെയർ ഗിവർ ആണ് അല്ലെ. പ്രൈമറി കെയർ ഗിവറിന് വല്ലാതൊരു ഇൻഫ്ലുവൻസ് ഉള്ള സമയമാണിത്. സോ കുഞ്ഞ് ട്രസ്റ്റ് ചെയ്യാനും അറ്റാച്ച്മെന്റ് എന്ന ഫീലിംഗ്, എന്താ പറയാ, ഇഷ്ടം എന്നുള്ള ഫീലിംഗ്, ഇതെല്ലാം ഡെവലപ്പ് ചെയ്യുന്നത് പ്രൈമറി കെയർ ഗിവറിന്റെ കൂടെയാണ്. ആദ്യമായിട്ട് കുഞ്ഞിന് ഇതെല്ലാം ഫീൽ ചെയ്യുന്നതും പ്രൈമറി കെയർ ഗിവറിന്റെ കൂടെ തന്നെയാണ്. സോ ഈ ഒരു എന്താ പറയാ, ഈ ഒരു സ്റ്റേജിൽ ട്രസ്റ്റ് ഡെവലപ്മെന്റ് ഉണ്ട് ആരുടെ കൂടെ, പ്രൈമറി കെയർ ഗിവറിന്റെ കൂടെ. അറ്റാച്ച്മെന്റ് ഉണ്ട്. പിന്നെ എന്താണ്, എമ്പതി ഫീൽ ചെയ്യുന്നുണ്ട് കുഞ്ഞ്. അതായത് അപ്പുറത്തൊരു കുഞ്ഞ് കരയുന്നുണ്ടെങ്കിൽ മോസ്റ്റ്ലി ഈ കുഞ്ഞും കരയും. ഓക്കെ, സോ അതൊരു എന്താ പറയാ, ആർക്കെങ്കിലും വയ്യ അല്ലെങ്കിൽ ആർക്കെങ്കിലും പ്രശ്നമാണെന്ന് കാണുന്ന അതൊന്ന് ഫീൽ ചെയ്യാൻ കുഞ്ഞിന് കഴിയുന്നുണ്ട്. പിന്നെ എന്താണ്, സോഷ്യൽ ഇമിറ്റേഷൻ. എന്ത് കാണുന്നോ അത് ഇമിറ്റേറ്റ് ചെയ്യും. ആരെയാ കാണുന്നത്, പ്രൈമറി കെയർ ഗിവറിനെയാണ് മോസ്റ്റ്ലി കാണുന്നത്. അപ്പൊ പ്രൈമറി കെയർ ഗിവറിനെ തന്നെ മിമിക് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ വേറൊന്നുള്ളത് ഏർലി കൺസൈൻസ് ആണ്. അതായത് തെറ്റ് ചെയ്താൽ തെറ്റാണ് ചെയ്തത് എന്നൊരു ബോധം വരും അല്ലേ. പാല് തട്ടിമറിച്ച് കളഞ്ഞു, അപ്പൊ കുഞ്ഞെന്ത് ചെയ്യും, ആദ്യം ഒന്ന് പേടിക്കും, അല്ലെങ്കിൽ ആദ്യം ഒന്ന് ഒളിക്കും, അല്ലെങ്കിൽ ആദ്യം ഒന്ന് പറയാതിരിക്കും അല്ലെ. അല്ലെങ്കിൽ പറയുമ്പോൾ പോലും എങ്ങനെ പറയും, അയ്യോ അമ്മ അങ്ങനെ പറ്റിപ്പോയി, ഇങ്ങനെ വലിയ സെനൻസ് ആയിട്ടല്ല പറയാ, ബട്ട് എന്താ പറയാ, സോറി ഫീൽ ചെയ്തുകൊണ്ടായിരിക്കും പറയുന്നത്. സോ ഇതാണ് കുഞ്ഞിന്റെ എന്ത്, ഈ ഒരു സ്റ്റേജിലെ മോറൽ ഡെവലപ്മെന്റ്. നെക്സ്റ്റ് സ്റ്റേജ് നോക്കാം നമുക്ക്. നെക്സ്റ്റ് സ്റ്റേജ് ഏർലി ചൈൽഡ്ഹുഡ് സ്റ്റേജ് ആണ്. അത് ഏതൊരു ഏജ് ഗ്രൂപ്പ് ആണ്, 2 ഇയേഴ്സ് തുടങ്ങി ഒരു 6 ഇയേഴ്സ് വരെയുള്ള സമയമാണ് ഏർലി ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്. ഏർലി ചൈൽഡ്ഹുഡിലെ ഫിസിക്കൽ ഡെവലപ്മെന്റ് എന്തൊക്കെയായിരിക്കും, സ്ലോവർ ബട്ട് സ്റ്റഡി ഗ്രോത്ത് കമ്പയർഡ് ടു ഇൻഫൻസി. ഇൻഫൻസിയിലുള്ള റേറ്റ് ഓഫ് ഗ്രോത്ത് ഉണ്ടാവത്തില്ല. ഇൻഫൻസിയിൽ എന്ന് പറഞ്ഞാൽ പെട്ടെന്നാണ് മാറ്റങ്ങൾ വരുന്നത് അല്ലേ. എന്നാൽ ഫിസിക്കൽ ഡെവലപ്മെന്റ് ഏർലി ചൈൽഡ്ഹുഡ് ആകുമ്പോഴേക്കും എന്താണ്, ഗ്രോത്ത് നടക്കുന്നുണ്ട്, പക്ഷേ അതൊരു സ്റ്റഡി സ്റ്റേറ്റിലേക്ക് മാറും അല്ലെ. പയ്യെ കുറച്ചായിട്ടായിരിക്കും മാറുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, അതായത് ഒരു വെയിറ്റ് ഒരു 25 കിലോ ഒക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞിന്റെ വെയിറ്റ് കൂടുന്നത് പെട്ടെന്നൊന്നും അല്ല, പയ്യെ ആയിരിക്കും കൂടുന്നത്. ഹൈറ്റ് ആണെങ്കിലും വെയിറ്റ് ആണെങ്കിലും എല്ലാത്തിനും നമുക്ക് ഈ ഡിഫറൻസ് കാണാം. പിന്നെ എന്താ, ഇംപ്രൂവ്മെന്റ് ഇൻ ഫൈൻ ആൻഡ് ഗ്രോസ് മോട്ടോർ സ്കിൽസ് സച്ച് ആസ് ഡ്രോയിങ്, റണ്ണിങ്, ക്ലൈംബിങ് അല്ലെ. ആദ്യം വളരെ ഗ്രോസ് മോട്ടോർ സ്കിൽസും എന്താ പറയാ, ഫൈൻ മോട്ടോർ സ്കിൽസും റിഫൈൻഡ് ആയിരുന്നിരിക്കില്ല. പക്ഷേ
ഇപ്പം എന്തായി, കുഞ്ഞു കുറച്ചും കൂടെ ഇമ്പ്രൂവ് ചെയ്തു ഇതെല്ലാം. അപ്പൊ തന്നെ എന്താണ് ഈ പെന്ന് പിടിക്കുന്നത്, പിൻസ്റ്റർ ഗ്രിപ്പ്, സ്ക്രിബിളിങ് ചെയ്യുന്നത്, പിന്നെന്താ പടം വരയ്ക്കുന്നതിന് തുടക്കത്തിൽ എന്താ ചെയ്യുന്നത്, അവർ കളർ ചെയ്യുക അല്ലേ. കളർ ചെയ്യുമ്പം ക്രയോൺസ് പിടിച്ച് അത് പിടിച്ച് കുറച്ച് കഴിയുമ്പോഴാണ് എന്ത് വരുന്നത്, പെൻ അല്ലെങ്കിൽ പെൻസിൽ എങ്ങനെ പിടിക്കണമോ ആ ഒരു ഗ്രിപ്പ് വരുന്നത് കുഞ്ഞിനെ, 3 വിരലുകൊണ്ട് എങ്ങനെ പിടിക്കണം എന്നുള്ളത്. അപ്പൊ ഇതൊക്കെ എന്തായി ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ ഡെവലപ്പ് ചെയ്യും. പിന്നെ എന്താണ് ഇൻക്രീസിങ് ഇൻഡിപെൻഡൻസ് ഇൻ സെൽഫ് കെയർ ആക്ടിവിറ്റീസ് ലൈക്ക് ഡ്രസ്സിങ് ആൻഡ് ഫീഡിങ്. അതായത് തന്നെ കഴിച്ചു തുടങ്ങാൻ, ഇമിറ്റേറ്റ് ചെയ്യാൻ വളരെ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു സമയമാണിത്. അവർക്ക് വേണം ഞാൻ അതുപോലെ കഴിച്ചോളാം, അല്ലെങ്കിൽ ഞാൻ തന്നെ ഇട്ടോളാം, ഞാൻ തന്നെ ഡ്രസ്സ് മാറിക്കൊള്ളാം എന്നുള്ളൊരു വരുന്ന സ്റ്റേജ് ആണ് എന്ത്, ഈ ഒരു സ്റ്റേജ്. പിന്നെ എന്താണ് നെക്സ്റ്റ് വരുന്നത്, കോഗ്നേറ്റീവ് ഡെവലപ്മെന്റ് എന്തൊക്കെയാണ്, ലാംഗ്വേജ് സ്കിൽസ്. എവിഡന്റ് ആയിട്ട് കാണുന്ന ഒരു കാര്യമാണ് എന്ത്, ലാംഗ്വേജ് സ്കിൽസിൽ വരുന്ന ഡിഫറൻസ്. അതായത് പുതിയ വെക്കാബുലറി, പുതിയ വേർഡ്സ് പെട്ടെന്ന് പഠിക്കുന്നുണ്ടാവും. നല്ല രസമായി ഈ പ്രായത്തിലെ കുഞ്ഞുങ്ങളോട് സംസാരിക്കാൻ തന്നെ അല്ലേ. ആ സെന്റൻസ് ഫോർമേഷനും അതെല്ലാം പഠിച്ചു വരുന്ന സമയത്ത് നല്ല രസമാണ്. പിന്നെ എന്താണ് ഡെവലപ്മെന്റ് ഓഫ് സിംബോളിക് തിങ്കിങ്, അലവിങ് ഫോർ പ്രിറ്റൻഡ് പ്ലേ ആൻഡ് ദ യൂസ് ഓഫ് സിമ്പിൾസ്. അതായത് കണ്ടിട്ടില്ലേ, നമ്മളിപ്പം എന്താ പറയുക, കിച്ചൺ സെറ്റ് വാങ്ങിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഡോക്ടർ സെറ്റ് വാങ്ങിച്ചു കൊടുക്കുക. പിള്ളേർ എന്തായിട്ട് ആക്ട് ചെയ്ത് കളിക്കും, ഒരു ഡോക്ടറായിട്ട് ആക്ട് ചെയ്ത് സ്റ്റെതസ്കോപ്പ് വെച്ച് അവർക്ക് ആ ഒരു സിംബോളിക് പ്ലേക്കുള്ള കേപ്പബിലിറ്റി വരും. പിന്നെ എന്താണ് എമർജൻസ് ഓഫ് ഏർലി ലോജിക്കൽ തിങ്കിങ് സ്കിൽസ് ത്രൂ സ്റ്റിൽ എർഗോസെൻട്രിക്, അതായത് ഡിഫിക്കൽട്ടി സീയിങ് തിങ്സ് ഫ്രം അതേഴ്സ് പെർസ്പെക്റ്റീവ്. വേറൊരാൾ എങ്ങനെയായിരിക്കും ചിന്തിക്കുന്നത് എന്നാലോചിക്കാനുള്ളതായിട്ടില്ലെങ്കിൽ പോലും എന്തായി പയ്യെ ലോജിക്കൽ സ്കിൽസും ഡെവലപ്പ് ചെയ്ത് തുടങ്ങി.